സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയായിരുന്നു ഞാൻ സംസാരിക്കാൻ വരുന്നത്. നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു കൈ മുറിഞ്ഞാൽ തന്നെ മാതാപിതാക്കൾക്കൊക്കെ വളരെ വിഷമമായിരിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരു സംഭവം നടന്നു. നമ്മുടെ കേരളത്തിലെ ചികിത്സാരി പറ്റി ലോകമൊട്ടാകെ നാണിച്ച് തല താഴ്ത്തിയപ്പോൾ അത്ര വലിയ ചികിത്സയാണെന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് മാറ്റേണ്ടി വന്ന ആക്സിഡൻ്റ് ഒന്നും പറ്റിയല്ല. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പം ചെറുതായിട്ട് ഒന്ന് വീണൊരു കൈക്കൊരു ഒടിവോ ചതവോ എണ്ണുണ്ടായി. അതുകൊണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രി ചെന്നപ്പോൾ അവർ പ്ലാസ്റ്റർ ഇട്ടു. അവർ ഒടിവായിരുന്നോ ചതവായിരുന്നോ നോക്കിയൊന്നുമില്ല. അവർ പ്ലാസ്റ്റർ ഇട്ടു. ആ പ്ലാസ്റ്റർ ഇട്ടിടത്ത് പിന്നെ വേദന അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കൂടി വന്ന് അഴിച്ചു നോക്കിയപ്പോഴാണ് ആ പ്ലാസ്റ്റർ ഇട്ടിടം അഴുകിയിരിക്കുകയായിരുന്നു. അവർ മുറിവിന് ചികിത്സയൊന്നും ചെയ്തില്ല. അങ്ങനെയാണ് ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരേണ്ടി വന്നത്. അവിടുന്ന് അത് മുറിച്ച് മാറ്റേണ്ടി വന്നു. അപ്പം ഇതിനെപ്പറ്റി മന്ത്രി വീണ ജോർജ് വല്ലതും പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് പറയുകയാണെങ്കിൽ തന്നെ പറയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. സ്പൂണ് വയറ്റിൽ പോയാലും ഒറ്റപ്പെട്ട സംഭവം, മരുന്നില്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം, മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണാലും ഒറ്റപ്പെട്ട സംഭവം. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവത്തിലാണ് ഈ ദാരുണമായ ഒരു പിഴവുണ്ടായിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കന്മാരെ എങ്ങനെ ഇത് സഹിക്കും? ഒരു കുഞ്ഞിൻ്റെ കൈ, ഒരു ജീവിതം, ആ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ ഇല്ലാതായെന്ന് പറയാം. ഒരു കൈ ഇല്ലാത്ത ഒരു ജീവിതം എങ്ങനെ ആ കുട്ടി ഇനി ജീവിക്കും? ഇതൊന്നും മനസ്സിലാകാത്ത മന്ത്രിമാരും ഭരണാധികാരികളുമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇന്ന് പറച്ചിലോ നമ്പർ 1 കേരളം. അപ്പോൾ ഇതിനെതിരായിട്ട് ഇനി വല്ല നടപടി ഉണ്ടാകുമോ? ആ കുട്ടിക്ക് എത്ര നഷ്ടപരിഹാരം കൊടുത്താലും ഒരു പരിഹാരമാകത്തില്ല. എങ്കിലും അതിന് വേണ്ട ഇത് കൊടുക്കണം. അത് പ്രായപൂർത്തിയാകുമ്പോൾ അതിന് സർക്കാർ ജോലി കൊടുക്കണം എന്നൊക്കെ ഇപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ഇത് ഒഴിഞ്ഞു മാറണ്ടില്ലേ. ദൈവത്തെ ഓർത്ത് ഇതിനെങ്കിലും കാര്യക്ഷമമായിട്ടൊരു മറുപടി വീണ ജോർജിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.